ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ ഇതാ കുറേയേറെ വിശേഷങ്ങൾ കാര്യങ്ങൾ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വ്ളോഗാണ് കേട്ടോ. അപ്പം എന്തൊക്കെ വിശേഷം, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. ഇന്നിപ്പം രാവിലത്തെ തിരക്കുകൾ കാര്യങ്ങൾ ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിന്. ഇപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം അങ്ങനെ വെച്ചിട്ടുണ്ടായിന്. അപ്പം അതിൽ നിന്ന് കഞ്ഞിക്കുള്ളതും കൂടി വേഗത്തിൽ അങ്ങ് എടുക്കുകയാണ്. കാര്യം അമ്ലുവിന് സ്കൂളുണ്ട്. അപ്പം സ്കൂളിൽ പോകുമ്പോൾ രാവിലത്തെ ചായക്കടികൾ എങ്ങനെയായാലും വളരെ കുറഞ്ഞ അളവിലേ കഴിക്കുള്ളൂ കേട്ടോ. 10 രൂപയൊക്കെ ആണെങ്കിൽ 1 2 അത്രയൊക്കെ കഴിക്കുള്ളൂ. അപ്പം കഞ്ഞി വേഗത്തിൽ അങ്ങ് ആക്കിയാൽ ഒക്കെ പോകുമ്പോഴേക്കും ഒരു ഗ്ലാസ്സെങ്കിലും എല്ലാ ദിവസവും അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട്. അപ്പം ആര് വെള്ളത്തിൽ തന്നെ വേഗം കഞ്ഞിക്കുള്ളതും മുക്കി കഞ്ഞിക്കുള്ള അരിയൊക്കെ ഇട്ട് കുക്കറൊക്കെ അടച്ചു വെച്ചിട്ടോ. ചെറിയ പാറ്റലരി ആട്ടോ. അപ്പോൾ അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് ആയി കിട്ടുമല്ലോ. അപ്പം വെള്ളം നല്ലോണം തളിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ അത് ചോറിനുള്ള അരിയൊക്കെ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് നോക്കുക. ചോറിനും അതേപോലെ തന്നെ നമ്മൾ അരി എടുത്തതിന് ശേഷം അതിലേക്ക് ചുടുവെള്ളം കുറച്ച് അങ്ങനെ ഒഴിച്ചു കൊടുക്കും കേട്ടോ. എന്നിട്ട് ചുടുവെള്ളം വെച്ചിട്ട് നല്ലോണം കഴുകിയതിന് ശേഷം പിന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കഴുകിയെടുക്കല. അപ്പോൾ അതാ അരിയൊക്കെ ഇട്ട് ഇപ്പോൾ റേഷനിൽ കേട്ടോ ഉപയോഗിക്കൽ. അപ്പം അത് വേഗത്തിൽ അങ്ങ് ആയി കിട്ടും. കുറേ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ അങ്ങ് വെന്ത് കിട്ടുമല്ലോ. അപ്പം ഇവിടെ എല്ലാവർക്കും അതാണ് കൂടുതലും ഇഷ്ടം. കുറുവരി വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ റേഷനിൽ കേട്ടോ എല്ലാ ദിവസവും ഉപയോഗിക്കൽ. ഒരു ദിവസം തന്നെ കുറവ് വെച്ചാൽ ഇവിടെ കഴിക്കാൻ ഭയങ്കര പണിയാണ് എല്ലാവർക്കും. അപ്പോൾ ഇതാ ചോറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇളച്ചിതാ അവിടുന്ന് ചോറ് അങ്ങനെ ഊറ്റുന്നുണ്ട്. ഞാനിപ്പം അടുപ്പത്ത് തന്നെ പരിപ്പ് റെഡിയാക്കാമെന്ന് വിചാരിച്ച് പരിപ്പ് കറി വെക്കലുണ്ട്. അപ്പം പരിപ്പ് കറിയൊക്കെ ഒരു കോമൺ ഐറ്റം ആയതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊന്നും അങ്ങനെ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് ഇട്ടിട്ടുണ്ടായിന്. ഇനിയിപ്പം പൊടികൾ സവാള, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിട്ടോ ഇടാനുള്ളത്. അപ്പം പൊടികളൊക്കെ അങ്ങനെ ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ അങ്ങ് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പം അടുപ്പത്തു നിന്നാകുമ്പോൾ വേഗത്തിൽ തന്നെ ആവും. ചിലപ്പോൾ നമുക്ക് ഗ്യാസിനേക്കാളും ഒരു വേഗത്തിൽ ആയി കിട്ടുന്ന പോലെ തോന്നിട്ടോ. വേഗം തീ കത്തി പിടിക്കുകയാണെങ്കിൽ വേഗത്തിൽ തന്നെ എല്ലാം റെഡി ആയി കിട്ടും. ഇന്നിപ്പോൾ ഉച്ചക്കത്തേക്ക് നമ്മൾ പൂളല്ലേ, പൂള അങ്ങനെ ചെറിയ പൂള കുറേ കിട്ടിയിട്ടുണ്ടായിന്. അപ്പം അത് വെച്ചിട്ട് ഒരു ഉപ്പേരി റെഡിയാക്കുന്നുണ്ട്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ പൂള വെന്ത് കിട്ടാൻ ഭയങ്കര പണിയാണല്ലോ. നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടൊക്കെ പൂള വെച്ചാൽ അതൊരു പണ്ടത്തെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പം അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ പൂള ഉപ്പേരി പോലെ അങ്ങനെ റെഡിയാക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ ലിവറും പാർട്സൊക്കെ അല്ലേ അത് വെച്ചിട്ടൊരു കറിയാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആദ്യം തന്നെ കുക്കറിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതില്ലേ അതാണ് കേട്ടോ ചേർത്തെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാധാ ചിക്കൻ കറിയിലേക്കൊക്കെ അരിഞ്ഞെടുക്കുന്ന പോലെ സവാള, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒന്ന് ചേർത്തെടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കല കേട്ടോ. ഇതിങ്ങനെ മുളക് പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കാതെ നമ്മളൊരു കുറുമൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിൽ വേറെ സംഭവമാക്കിയിട്ട് അങ്ങനെ വെക്കുന്നൊരു കറിയാണ്. ഇനിയിപ്പോൾ അത് അതിലേക്ക് പെരിഞ്ചീരകവും ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതങ്ങനെ കുറച്ച് സമയം അടച്ച് വെച്ച് വേകുന്ന സമയം കൊണ്ട് പരിപ്പൊന്ന് വറവിട്ടെടുക്കാൻ. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പില ഇട്ടെടുത്തിട്ട് നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചിട്ടുണ്ടായിട്ടോ. എന്നിട്ട് അതൊന്ന് വറവിട്ടെടുക്കാൻ. അപ്പോൾ അതിലേക്ക് തക്കാളിയും ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കൂടി ആട്ടോ ചേർത്തെടുക്കുന്നത്. അപ്പോൾ കുരുമുളക് കുറച്ച് കൂടുതൽ അളവിൽ അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഒരു നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മളിപ്പം രാവിലത്തേക്കൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നെയ്ച്ചോറിലേക്ക് അങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഗരം മസാല പിന്നെ നമ്മൾ ഏതിലേക്ക് ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. ഇനിയിപ്പോൾ നമ്മൾ കറിവേപ്പിലയും പെരിഞ്ചീരകവും കൂടെ പൊടിച്ചിട്ടുണ്ടായിട്ട് അതും കൂടെ ചേർത്തെടുത്തിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ കഴുകി വെച്ചിട്ടുള്ള കക്കും കരളും ഒക്കെ ഒന്ന് ചേർത്തെടുക്കാൻ. ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് വെന്ത് റെഡി ആകുന്ന ആ ഒരു സമയം വരെ അങ്ങ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ഒരുപാട് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കുറുങ്ങനെ കിട്ടുമ്പോഴാട്ടോ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് കുറഞ്ഞ അളവിൽ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത് അടച്ച് വെച്ചിട്ട് നമ്മൾ സാധാ ചിക്കനൊക്കെ ആക്കുന്ന പോലെ
റെഡിയാക്കി എടുക്കില്ല. വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അല്ലാതെ തന്നെ നമ്മൾ സാധാ കറിയൊക്കെ കിട്ടുന്ന പോലെ അങ്ങനെ കൂട്ടാം. അപ്പോഴേക്കും ഇതാ നമ്മളെ പൂളയില്ലേ അതൊന്ന് നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് വറവിട്ടെടുക്കുക. വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും പിന്നെ ചെറിയുള്ളിയില്ലേ അതും വറ്റൽ മുളകും ഒക്കെ കൂടെ ചേർത്തെടുത്താട്ടോ വറവിട്ടെടുക്കുന്നത്. അപ്പം കടുകൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ചേർത്തെടുക്കുന്നുണ്ട്. ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും അങ്ങനത്തെ ഒക്കെ ചേർത്തെടുത്തിട്ട് പൂള ഒന്ന് ഉപ്പേരിയാക്കി എടുക്കുക. നല്ല രസമുണ്ട് പൂളപ്പേരി. അങ്ങനെ വെറുതെ കഴിക്കാനല്ല നല്ല രസമാണ്. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. ഇപ്പോൾ അവസാനമായിട്ട് കറിവേപ്പിലയും കൂടെ അങ്ങനെ ഇട്ടെടുത്തിട്ട് നമ്മൾ പൂളം കൂടെ ഇട്ടെടുത്തിട്ടോ. പൂള ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് ആ പൂളപ്പേരിയൊക്കെ റെഡിയായി. അപ്പോഴേക്കും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ടായിന്. അപ്പം ഇത്രയൊക്കെ ആട്ടോ ഇന്നത്തെ ലഞ്ചിൻ്റെ ഒരുക്കങ്ങൾ കാര്യങ്ങളൊക്കെ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മക്കളെയും കൊണ്ടുവന്ന് നമ്മൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഇവരിങ്ങനെ എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കുന്നത്. അപ്പം അമ്മലും അയ്പൊക്കെ അതിനും നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് മക്കളെയും കൊണ്ടുവന്ന് പാർക്കിൽ പോവാണ്. ഇവിടെ തൊട്ടടുത്തല്ല കുറച്ചൊരു ദൂരമുണ്ട് കേട്ടോ. ഓട്ടോയിലൊക്കെ പോകാൻ മാത്രമുള്ളൊരു ദൂരമുണ്ട്. അപ്പം അവിടെ കുട്ടിയൊക്കെ പറ്റിയ കുറേ റൈഡുകൾ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊന്നുമില്ല, എന്നാലും മക്കൾക്ക് പറ്റിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അവിടെ എത്തിയപ്പോൾ അതാ മഴ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ പോലെ നല്ല മഴ കിട്ടിട്ടോ. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഴ കിട്ടി. അവിടെ തൊട്ടടുത്ത് തന്നെ നമ്മളെ മൂത്തമ്മൻ്റെ വീടുണ്ട്. അപ്പം മഴ ചോർന്ന് നോക്കിയിട്ട് നമ്മൾ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മഴയൊക്കെ ചോർന്നതിൻ്റെ ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് നടന്ന് പോകട്ടോ പാർക്കിലേക്ക്. ഒരുപാട് ദൂരമൊന്നുമില്ല, ഇവിടുന്ന് ഇങ്ങനെ നടന്ന് പോകാനുള്ളൊരു ദൂരമുള്ളൂ. അതുകൊണ്ട് മഴയൊക്കെ നല്ലോണം ചോർന്നപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് അങ്ങനെ നടന്നാണ് കേട്ടോ പാർക്കിലേക്ക് പോയിട്ടുണ്ടായിന്. പാർക്കൊക്കെ കണ്ടപ്പോൾ തന്നെ അതിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. ഓളെ കുറേ ദിവസമായി നമ്മൾ ഓളിപ്പോൾ എങ്ങോട്ട് പോവുകയാണെങ്കിൽ പാർക്കിൽ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്റിക്കലുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ പാർക്കിലെത്തിയപ്പോൾ. ഇവിടെ ആണെങ്കിൽ ഇവർക്ക് പറ്റിയ കുറേ റൈഡുകളൊക്കെ ഉണ്ട്. കുറേ സമയം ഇവർക്ക് കളിക്കാനും ഒക്കെ പറ്റിയ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. അങ്ങനെ വന്ന പാടതാ രണ്ടാളും ഊഞ്ഞാലയിലൊക്കെ അങ്ങനെ ആടി കളിക്കാൻ. പിന്നെ ശരിക്കും അവരുടെ ലോകം തന്നെയാണ് കേട്ടോ. കുറേ റൈഡുകളുണ്ട് ഓൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ കയറൽ കളിക്കൽ ഒക്കെ ആയിട്ട് മൂന്നാളും ഭയങ്കര ഹാപ്പിയാണ്. വൈകുന്നേര സമയം പോയിട്ട് ഒരു രാത്രി സമയത്തൊക്കെ കേട്ടോ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിന്. കുറച്ചധികം സമയം അവിടെ അങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടായിന്. ഏതായാലും പോയതല്ല, പോലിക്ക് മതിയാവോളം കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം സമയം അവിടെ അങ്ങനെ നിന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ മഴ ഒന്നും കൊള്ളാത്തതുകൊണ്ട് തന്നെ കുറേ സമയങ്ങൾക്ക് അങ്ങനെ കളിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലൊക്കെ കയറുമ്പോൾക്ക് കുറച്ച് റിസ്ക്കുകൾ പോലെ ഉണ്ട്. ഒരുപാട് ഉയരമുണ്ട്, എന്നാലും രണ്ടാളും അതുപോലെ മാക്സിമം പറ്റി പിടിച്ച് മുകളിലൊക്കെ കയറി അങ്ങനെ അപ്പുറത്തൂടെ അങ്ങനെ കീന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടോ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ റൈഡൊക്കെ കയറി കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെ ഉണ്ട്. കുറച്ച് വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും പിന്നെ നമുക്ക് വലിയ ആൾക്കാർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള പൂളുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇനി മക്കളൊക്കെ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറക്കി കുറച്ച് നേരമൊക്കെ കളിപ്പിച്ചിട്ടോ. അപ്പം മഴക്കാലമായതുകൊണ്ട് കുറച്ചധികം വെള്ളമുള്ള പോലെ തോന്നിയോണ്ട് അതുപോലെ അതിനോനും പെട്ടെന്ന് അങ്ങ് കയറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചധികം സമയം പൂളിലൊക്കെ കളിച്ച് അവിടെ അങ്ങനെ ചിലവഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മഗ്‌രിബിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിന് നമ്മൾ തിരിച്ചു പോരുമ്പോൾ. അപ്പോഴേക്കും നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് സമയം അവിടെ അങ്ങനെ പെട്ടുപോയി. മഴയൊക്കെ ചോർന്നതിന് ശേഷമാണ് നമ്മൾ പോന്നിട്ടുണ്ടായിന്. അമലുദാ ഭയങ്കര ഹാപ്പിയാണ്. കുറേ ദിവസത്തിന് ശേഷമായിരിക്കുമല്ലോ നമ്മളങ്ങനെ കുളിക്കാനും ഇതാക്കാനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്യുമ്പം പോരാൻ നിൽക്കുന്ന സമയത്ത് നല്ലൊരു മഴ കിട്ടി. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. നല്ല മഴയൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുക. ഏകദേശം ഒരു രാത്രി സമയമൊക്കെ ആയിന്. അപ്പം പോരുന്നതിൻ്റെ മുന്നേ കുറച്ച് നേരം കൂടെ അങ്ങനെ കളിച്ചു വിട്ടെന്ന് വിചാരിച്ചിട്ട് 2 പേരെയും 3 പേരെയും അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് വിട്ടതേന്.
അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലത്തെ ഒരു വീഡിയോസോ വ്ളോഗ്സോ റെസിപ്പീസോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.